വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൻ്റെ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. വാട്സപ്പിൽ നമുക്ക് പേയ്മെൻറ്റ് മുതൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരുപാട് ബിസിനസ് പരമായ കാര്യങ്ങളായിക്കോട്ടെ, മറ്റെന്തെങ്കിലുമൊക്കെ ഫോട്ടോസ്, വീഡിയോസ്, മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നത് വാട്സപ്പ് വഴിയാണ്. കൂടുതലും ഒരു 80% ആവശ്യങ്ങൾക്കും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് വാട്സപ്പ് ആയതുകൊണ്ട് തന്നെ വാട്സപ്പ് ഏറ്റവും അധികം സുരക്ഷിതമായിട്ടിരിക്കേണ്ടത് നമ്മൾക്ക് വളരെയധികം പ്രയോജനപ്രദമാണ്. കാരണം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്ത് കൂടെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് വാട്സപ്പിൻ്റെ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ഒറ്റ സെറ്റിങ്സ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സെക്യൂറായിട്ട് വെക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലെ ഡെയിലി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതോടൊപ്പം ബെൽ ബട്ടൺ കൊണ്ട് പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ബീറ്റാ വെർഷനിൽ ഇത് നേരത്തെ വന്നിരുന്നു. ഇപ്പം നോർമൽ വെർഷനിലും ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഞാനിവിടെ വാട്സപ്പ് ഒന്ന് കൊടുത്തു, ഓൾറെഡി ഇവിടെ ഓപ്പൺ കൊടുത്തു. ഞാനിവിടെ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യാം. സെറ്റിങ്സിൽ ഇവിടെ നിങ്ങൾക്ക് മൂന്നാമത്തെ ഓപ്ഷനായ പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. പ്രൈവസിയിൽ നിങ്ങൾക്ക് ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് നമ്മൾ ഇതിനു മുമ്പ് ഈ 2 ഓപ്ഷൻ എനേബിൾ ചെയ്തതാണ്. ഇത് ഓൾറെഡി നിങ്ങൾക്ക് ഡിസേബിൾ ഉള്ള ഇത് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും ഈ അഡ്വാൻസ്ഡ് ആദ്യം വന്നിരുന്ന ഈ 2 ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ താഴെ നമുക്ക് 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിനകത്ത് ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ജസ്റ്റ് എനേബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ലിങ്കോ കാര്യങ്ങളോ ഒന്നും വേണ്ടെങ്കിൽ ഇതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ലിങ്കുകൾ നമ്മുടെ ഫോണിലോട്ട് വരാതെ തടയാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർക്ക് ഇതും കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ലിങ്കുകളൊന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നവർ ഇതൊന്ന് ഓൺ ചെയ്ത് വെക്കുക. അതിന് താഴെ നമുക്ക് സ്ക്രിപ്റ്റ് അക്കൗണ്ട് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിലുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കാം. നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുക്കും. അതിനകത്ത് തന്നെ നിങ്ങൾക്ക് മുകളിൽ മോർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ആഡ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ സെക്യൂരിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്, ഏതൊക്കെ സെക്യൂരിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്, ആൻഡ്രോയിഡ്, iOS, വെബ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ സെക്യൂരിറ്റി ഭാഗങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് വായിച്ച് നോക്കാം. വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് താഴെ ഇവിടെ ഏതൊക്കെ സെക്യൂരിറ്റിയാണ് ഇവിടെ എനേബിൾ ചെയ്തിരിക്കുന്നത്, എനേബിൾ ആകുന്നത് എന്നുള്ളത് ഇവിടെ കാണിക്കും. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഈ ഒരു ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നമുക്ക്, അതായത് ലിങ്കും മറ്റ് സെക്യൂരിറ്റി നോട്ടിഫിക്കേഷനും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനും പേഴ്സണൽ ഇൻഫർമേഷനും അതുപോലെ തന്നെ IP അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ആഡ് ആകുന്നുണ്ട്. അത് നമുക്ക് എല്ലാം സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ടേൺ ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ടേൺ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഇതുപോലൊരു ഓപ്ഷനാണ് വരുന്നത്. ഇനി നമ്മൾ വ്യൂ ലോക്ക്ഡ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതിനകത്ത് ഈ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമുക്ക് വായിക്കാൻ പറ്റും. താഴെ നിങ്ങൾ ടേൺ ഓഫ് ആയിരിക്കും കിടക്കുന്നത്, അതൊന്ന് ടേൺ ഓൺ ചെയ്യുക. ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഇത് ടേൺ ഓൺ ആകേണ്ടത് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ വരാത്തതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഏതാണോ ആ ഒരു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ടേൺ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനാണ് വരുന്നത്. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ 2 തവണ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ട് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് അത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല. ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കൊടുക്കേണ്ട ഒരു ഓപ്ഷനാണ് വരുന്നത്. ആ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിങ്ങൾ എനേബിൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ അക്കൗണ്ട് സെറ്റിങ്സ് മൊത്തമായിട്ട് നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലെ ഒരു ഡെയിലി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്തോളം നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റു നല്ല എപ്പിസോഡായിട്ട് കാണുന്നവരെ ബൈ, സീ യു.